കോൺഗ്രസിലെ തർക്കത്തിൽ പ്രതികരണങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കെപിസിസി വക്താക്കൾക്ക് സർക്കുലർ നൽകി കെപിസിസി. മാധ്യമ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസാണ് സർക്കുലർ നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ലെന്നാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നത രൂക്ഷമാകുന്നുണ്ട്. ഇതേ തുടർന്ന് നേതാക്കളൊക്കെ വലിയ രീതിയിലുള്ള പരസ്യ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിനാണ് ഈ പരസ്യ പ്രതികരണങ്ങൾക്കാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അവന്തിക, പലതരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ട ഈ വക്താക്കൾ പലരും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന തരത്തിലുള്ള പരാതി കെപിസിസിക്ക് തന്നെ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെപിസിസിയുടെ മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ അവർക്ക് സർക്കുലർ നൽകിയിട്ടുള്ളത്. ഇത് പാർട്ടി വക്താക്കളുടെ ഒരു പട്ടിക കെപിസിസി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടികയിലുള്ള എല്ലാവർക്കുമാണ് നിലവിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ രാജു പി നായർ ഈ വക്താക്കൾ പരസ്യമായി പല നിലപാടുകളും സ്വീകരിക്കുന്നു എന്ന പരാതി നേരത്തെ തന്നെ നൽകിയിരുന്നു. അനൂപ് വിആറും ഒപ്പം തന്നെ ജിൻഡോ ജോണും ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടും ഒപ്പം തന്നെ KSUമായി ബന്ധപ്പെട്ട അലോഷ്യസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് പരസ്യമായ നിലപാട് സ്വീകരിച്ചു. ഇത് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചത് വക്താക്കളുടെ നിലപാടിന് വലിയ തരത്തിൽ വിമർശനം നേരിട്ടു. ഈ വിമർശനമാണ് രാജു പി നായർ, അദ്ദേഹം കെപിസിസിയുടെ തന്നെ മീഡിയ സെല്ലിലെ മറ്റൊരു വക്താവ് കൂടിയാണ്. അദ്ദേഹമാണ് ഈ കെപിസിസിക്ക് പരാതി നൽകിയത്. ഇങ്ങനെയുള്ള വക്താക്കളെ നിയന്ത്രിക്കണം. പാർട്ടിയുടെ നിലപാട് പറയേണ്ടവരാണ് പാർട്ടി വക്താക്കൾ. പാർട്ടി തീരുമാനിക്കാത്ത കാര്യങ്ങൾ പരസ്യമായി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും അനൂപും ഒപ്പം തന്നെ ജിൻഡോയും വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. അവരെ നിയന്ത്രിക്കണം, അവർക്കെതിരെ നടപടി വേണം, അവരെ മീഡിയ ഇതിൽ നിന്ന് വക്താക്കളിൽ നിന്ന് ഒഴിവാക്കണം എന്നടക്കമാണ് എറണാകുളം DCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജു പി നായർ കെപിസിസി പ്രസിഡന്റിന് പരാതി നൽകിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കെപിസിസി ജനറൽ സെക്രട്ടറി ഒപ്പം തന്നെ മീഡിയ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണുമായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ വക്താക്കൾക്കെല്ലാം ഒരു സർക്കുലർ നൽകിയിട്ടുള്ളത്. ആ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് പാർട്ടി തീരുമാനം മാത്രമേ ഔദ്യോഗികമായി വക്താക്കൾ പറയാവൂ. പാർട്ടി തീരുമാനിക്കാത്ത ഒരു കാര്യവും വ്യക്തിപരമായി ഗ്രൂപ്പുകളിലോ സോഷ്യൽ മീഡിയയിലോ ഉന്നയിക്കാൻ പാടില്ല. പാർട്ടിക്കകത്ത് പാർട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട് എങ്കിൽ ആ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യുക, അവിടെ അഭിപ്രായം തേടുക. മറിച്ച് സ്വന്തം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആ പാർട്ടിയുടെ വക്താവ് എന്ന ലേബലിൽ ഒരിടത്തും പങ്കുവെക്കരുത് എന്നതാണ്. അത് പാർട്ടിയുടെ നിർദ്ദേശങ്ങളും പാർട്ടിയുടെ അഭിപ്രായങ്ങളും പാർട്ടി നൽകും, അത് മാത്രമേ പറയാവൂ. പാർട്ടി നിലപാട് മാത്രമേ പറയാവൂ. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പാടില്ല എന്ന കർശന നിർദ്ദേശം അടങ്ങുന്ന ആ സർക്കുലറാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആ സർക്കുലർ പാലിക്കാൻ എല്ലാ വക്താക്കളും ബാധ്യസ്ഥരാണ്. അല്ല എങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും ആ സർക്കുലറിൽ പറയുന്നുണ്ട്. ഇതനുസരിച്ച് ദീപ്തിയുടെ സർക്കുലർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജു പി നായർ നൽകിയ പരാതിയാണ്. രാജു പി നായർ നൽകിയ പരാതിയിൽ ജിൻഡോയ്ക്കെതിരെയും അനൂപിനെതിരെയും വിമർശനമാണ് ഉന്നയിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മീഡിയ ചെയർപേഴ്സൺ ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ സർക്കുലർ നൽകിയിട്ടുള്ളത്. അവന്തിക. ശരി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്.